പിന്നെ ട്രാക്ടറിന്റെ വീടിന്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് മൊത്തത്തിൽ തിരിഞ്ഞ് കാല് തെറിച്ചു പോയി. ജസ്നക്ക് ഞാനാണ് ശ്രീകൃഷ്ണന്റെ ചിത്രം വരച്ച് കൊടുത്തിക്കണേ എന്നുള്ളത്. ഹായ് മുത്തുമണികളെ, അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖല്ലേ? പിന്നെ ഇന്ന് പ്രത്യേകിച്ച് ഞാനൊരു വീഡിയോസുമായി വന്നത് എന്താണെന്ന് അറിയാം. നമുക്ക് ഇന്നലെ ഞാൻ ലൈവ് ഇട്ടപ്പോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇതുവരെ നമ്മൾ ലൈവിൽ വരാത്ത ഒരു കക്ഷി വന്നു. ആ കക്ഷി വന്നത് എനിക്ക് പൂർണ്ണമായിട്ട് ഉറപ്പാണ് ആ ആളല്ല എന്നുള്ളത്. വേറെ ഒരു ആള് ആ ആളെ ID വെച്ചിട്ട് വന്നതാണ് എന്ന് ഞാൻ ആദ്യം തന്നെ പറയണം. അപ്പൊ ഞാൻ അത് 100% ഞാൻ വിശ്വസിച്ചിട്ടില്ല ലസിത പാലക്കലാണ് വന്നതെന്ന്. കാരണം ഞാനും ലസിതയും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. രണ്ടാമത്തത്, ലസിത അങ്ങനെ വരുന്നുണ്ടെങ്കിൽ എന്തിന് സെക്കൻഡ് ID എടുത്തിട്ട് ഞാനാണ് ലസിത പാലക്കലാണ് എന്ന് പറഞ്ഞിട്ട് വരേണ്ട ആവശ്യമില്ല. ലസിത വരുമ്പോ പിന്നെ അത് നമുക്കത് ഒറിജിനൽ ID വരുമ്പോ നമുക്ക് പേര് മനസ്സിലാവുമല്ലോ. അപ്പൊ പിന്നെ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പിന്നെ ഈ രണ്ടാമത് വേറൊരു ID എടുത്ത് വന്നിട്ട് ഞാൻ ലസിത പാലക്കലാണ് എന്ന് പറഞ്ഞിട്ട് വരേണ്ട ഒരു ആവശ്യം വരുന്നുമില്ല. അപ്പോ അതിന്റെ ഉദ്ദേശം എന്താണ്? അതിന്റെ ഉദ്ദേശം ലസിതയും ഞാനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവണം എന്ന് ഉദ്ദേശിക്കുന്ന ഏതോ ഒരു അജ്ഞാത വ്യക്തി അവരുടെ കളിയാണ്. അത് അവളാണോ അവനായാലും ശരി, അവളുടെ കളിയാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല്, ഇതിൽ കൊടുത്തിട്ടുള്ള കുറച്ച് മെസ്സേജുകൾ ഞാൻ വായിക്കാം. അത് ആ ആളെ മനസ്സിലെ ഉദ്ദേശമായിരിക്കും ഇത് പറഞ്ഞിട്ടുണ്ടാവുക. ആ പറയുന്ന ആള് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് ഞാൻ പറയാം. ലൈവിലായതുകൊണ്ട് പലർക്കും അത് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യുകയാണ്. കാരണം എന്നെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, എന്നോടാണ് പറഞ്ഞിട്ടുള്ളത്. എന്നെ കുറിച്ച് മാത്രമല്ല, മുസ്ലിം മതത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇത് കേട്ട് നോക്കണം. നല്ല രസമുള്ള കഥ. 3 ആളെ കൂട്ടിയിട്ടാണ് അതില് അടിവെപ്പിക്കാൻ നോക്കുന്നത്. അപ്പോ ഈ കക്ഷിന്റെ ഉദ്ദേശം അതാണ്. എന്തായാലും വേണ്ടില്ല, ആ കക്ഷിന്റെ ഉദ്ദേശം ഇപ്പോൾ നടക്കോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇതിൽ വന്ന് ഇട്ടിക്കണ എന്താണെന്നറിയാം. ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിങ് വരികയാണ്, പരിചയപ്പെടുത്തിയിട്ട് വരികയാണ്. ഇൻട്രോ തന്ന ഇതാണ്: എനിക്ക് മുസ്ലിങ്ങളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഞാൻ ലിസിയാണ്. നിനക്കറിയാമല്ലോ, നിന്റെ മതത്തിലുള്ള ഒരു മേത്തേച്ചിയാണ് ഇപ്പോൾ കൃഷ്ണന്റെ പടം വരച്ച് നമ്മുടെ പരിശുദ്ധി ഇല്ലാതാക്കുന്നത്. ഞാൻ പറഞ്ഞു, നിനക്ക് കണ്ണെടുത്താൽ കണ്ടാലും കണ്ണെടുക്കാതെ കണ്ടാലും എനിക്കൊരു കുഴപ്പമില്ല. അത് നിന്റെ ഇഷ്ടം, നിന്റെ കണ്ണിന്റെ ഇഷ്ടം എന്ന് വെച്ച് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റൂലേ? നമ്മൾ നിങ്ങളെ കണ്ണെടുത്താലും കണ്ണെടുക്കാതെ നിങ്ങളെ കാണുന്നില്ലേ? നമുക്കൊരു കുഴപ്പം നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ, നമുക്കൊരു പ്രശ്നവുമില്ല. അപ്പൊ സഹോദരി, ഏത് സഹോദരനാവട്ടെ ഈ എഴുതിയിട്ടുള്ളത്, അവനോട് എനിക്ക് പറയാനുള്ളത്, ഇതിൽ പിക്കൊണ്ടിട്ടാ ഞാൻ ഈ പിക്കടക്കം DP അടക്കം ഞാൻ വെക്കുന്നുണ്ട്. DP ഞാൻ സൂം ചെയ്ത് നോക്കിയിട്ടില്ല. സൂം ചെയ്താലും എനിക്കത് 100% വിശ്വാസമില്ല. കാരണം DP കിട്ടും. യൂട്യൂബേഴ്സ് ആകുമ്പോൾ നമ്മളെ ഫോട്ടോസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ അതെടുത്തിട്ട് ചെയ്യാൻ എല്ലാവർക്കും എളുപ്പമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അതല്ല, ലസിത ആണെങ്കിൽ ലസിത നേരിട്ട് വരണം. നീയാണ് അവൾക്ക് കൃഷ്ണന്റെ പടം വരയ്ക്കാനുള്ള മോട്ടിവേഷൻ 2015 കൊടുത്തത്. സൂപ്പർ. അപ്പൊ വോയിസ് റെക്കോർഡ് അടക്കം എന്റെ കയ്യിലുണ്ട്, നോക്കിക്കോളൂ മേത്തേച്ചി. ഹൈന്ദവരെ കേരളത്തിൽ വാഴാൻ പാടുള്ളൂ. പൊന്നോര സഹോദര, അല്ലെങ്കിൽ സഹോദരി, ഞാൻ എന്തെങ്കിലും ഇതിനെപ്പറ്റി പറഞ്ഞോ? ഇല്ലല്ലോ. ആര് വാഴണം ആര് വാഴണ്ട എന്ന് തീരുമാനിക്കുന്ന നമ്മളാണോ? നമ്മളെല്ലാരും ജീവിക്കാനുള്ളതാണ്, നമ്മളെല്ലാരും ഇവിടെ വാഴാനുള്ളതാണ്. നമ്മൾ എന്നേ നിങ്ങൾ നമ്മളും ആയത്? നമ്മളെല്ലാരും ഒന്നന്നല്ലേരുന്നാ? എന്നേ ഇത് നിങ്ങൾ നമ്മളൊക്കെ ആയത്? എന്തിന്റെ ആവശ്യത്തിനാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനൊക്കെ പറയേണ്ട ആവശ്യം? അപ്പോ അതുകൂടാതെ ഇതില് പലരും പറഞ്ഞത് ബ്ലോക്ക് ചെയ്യുന്നൊക്കെ. അപ്പൊ ഞാൻ ഈ പുള്ളിക്കാരനെ അല്ല പുള്ളിക്കാരത്തേക്ക് പറയാനുള്ളത് പറയട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ബ്ലോക്ക് ചെയ്തില്ല. അവർ പറയട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്താണ് പറയാനുള്ളത് വെച്ചിട്ട് നമ്മൾ പരിചയപ്പെടാൻ വരുമ്പോ തന്നെ പറഞ്ഞിട്ടുള്ള വാക്കാണ് ഇപ്പത്. ഞാൻ ലസിത തന്നെയാണെന്ന്. അപ്പൊ ഞാൻ ലസിത അല്ല എന്ന് പറഞ്ഞിരുന്നത് വേറെ ആരോ സെക്കൻഡ് ഐഡിയിലാണെന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടിട്ടാണ് പറഞ്ഞത് ഞാൻ ലസിത തന്നെയാണ്, 100% ഉറപ്പാണ്. എന്റെ ഒറിജിനൽ അക്കൗണ്ടിൽ വന്നാൽ നിങ്ങൾ എനിക്കെന്നാണ്, നിനക്ക് കേസ് കൊടുക്കാൻ എളുപ്പമായിരിക്കും, റിപ്പോർട്ട് അടിച്ചു കളയും പെട്ടെന്ന്. അതിൽ തന്നെ ഫേക്ക് ആണെന്ന് മനസ്സിലാവും. ഈ സംസാരം കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഫേക്ക് ഐഡിന്ന് ഒരാൾ ഉണ്ടാക്കി വന്നിട്ടുള്ള കാര്യമാണ്. ലസിതനോട് ദേഷ്യമുള്ള ഏതോ ഒരു വ്യക്തി എനിക്ക് തന്ന പണിയാണ്. അപ്പൊ ഞാൻ ഇതിൽ എനിക്കല്ല, ലസിതക്ക് കൊടുത്ത പണിയാണ്. അപ്പൊ എനിക്ക് തന്ന, ഞാൻ ലസിതനെ കുറിച്ചിട്ട് വിശ്വസിച്ചിട്ട് ലസിതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ റിയാക്ഷൻ ചെയ്യും. അപ്പൊ അത് കേട്ടിട്ട് ആ വ്യക്തിക്ക് ചിരിച്ചോണ്ടിരിക്കുക, ലസിത എന്നെയും പറയും എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഇത് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും
പിന്നെന്താണ് പിന്നെ പറയുന്നത്? കോഴിക്കോട് നിന്ന് അയൽവാസികളും നിന്നെ നാട്ടുകാരൊക്കെ പറയുന്ന എല്ലാ തെളിവും എന്റെ കയ്യിലുണ്ട് അറിയാൻ. ഒന്ന് പോ ശവമേ, എന്തെന്നാ പറയാ? ഞാൻ എവിടെ കിടക്കുന്നു? കോഴിക്കോട് എവിടെ കിടക്കുന്നു? ആദ്യം തന്നെ നിന്റെ എല്ലാം പോയി. രണ്ട്, ഈ പറയുന്ന എല്ലാ വാക്കുകളും അത്യാവശ്യം മനുഷ്യന്മാർക്ക്, അതായത് ചോറ് തിന്നുന്ന ആൾക്കാർക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ നിന്റെയൊക്കെ ഉദ്ദേശം, നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്നറിയോ? എടി പോടി, കുറെ മേറ്റച്ചി കേരളം മുടിപ്പിക്കാനായിട്ട് ജസ്റ്റിനെ നിന്നെ ഒരുമിച്ച് ഞാൻ ഒരു സെല്ലിലിടുന്നു, ജസ്റ്റിനെ എന്നെയും ഒരു സെല്ലിലിടുന്നു. ആദ്യം നീ പോയിട്ട് ഒരു സെല്ലിൽ കിടക്ക്. എന്നിട്ട് കൃത്യമായിട്ട് 3 നേരം 4 നേരം 5 നേരം ഉള്ള മരുന്ന് കൃത്യമായിട്ട് കഴിക്കും. ഷോക്ക് അടിക്കേണ്ട സമയത്ത് ഷോക്ക് അടിപ്പിക്കുക. എന്നിട്ട് നീ ക്ലിയർ ആയതിന് ശേഷം നീ എന്താ പറഞ്ഞിക്കണെന്നുള്ളത് കേൾക്ക്. അതിനുശേഷം ഞങ്ങളെ സെല്ലിലിടാൻ വന്നാൽ മതി. സെല്ലിന്ന് ചാടിപ്പോയ ഒരു സാധനമാണെന്ന് പൂർണ്ണ ഉറപ്പായി. ഈ സെല്ലും കൂടെ പറഞ്ഞപ്പോ നമുക്ക് എന്തായി? കോഴിക്കോടെന്നും സെല്ലെന്നും പറഞ്ഞപ്പോ നമുക്ക് എന്തായി ഉറപ്പ്? അവിടെയാണെന്ന് മനസ്സിലായി. 3-4 വട്ടം പറയുന്നു ഞാൻ ലസിത തന്നെയാണ്, ഞാൻ ലസിത തന്നെ 100% ഉറപ്പ്. ലസിത പാലക്കൽ 200 വർഷത്തെ നമ്മുടെ കുടുംബ ചരിത്രം പിന്നെ മറ്റേ അക്കൗണ്ടിൽ വന്നാൽ ആ അക്കൗണ്ടിലേക്ക് പോകും. ഈ ഐഡിയ എടുത്തോണ്ട് എനിക്ക് ഒരു ചുക്കും നടക്കില്ല. എന്താണ് ഏത് നടക്കില്ല എന്നാ പറഞ്ഞത്? എന്തായാലും നിന്നെ പോലെ പകുതി ഹിന്ദുവും പകുതി മുസ്ലിമും അല്ല. നിങ്ങളുടെയൊക്കെ കുടുംബ ചരിത്രം എനിക്കറിയാം. മലപ്പുറത്ത് മാപ്പിള ലേണം വന്നപ്പോഴാണ് നിങ്ങളൊക്കെ മുസ്ലിമുകൾ ആയത്. 300 വർഷം പോലും ആയിട്ടില്ല. ആദം നബി വന്നത് എത്ര വർഷമായി? ആദം നബി ആയിട്ടാണ് വന്നത് അല്ലെ? ആദം അല്ലെ? ആദമിന്റെ മക്കളാണ് ഞങ്ങൾ, ആദമിന്റെ സന്തതികളാണ് ഞങ്ങൾ. അതുകൊണ്ട് ഹിന്ദു മുസ്ലിം എന്നൊന്നും നമ്മൾ പറഞ്ഞില്ല, അതിൽപ്പെട്ട ഞങ്ങളും. അപ്പൊ അവിടെ നിന്ന് വന്നാണ് നമ്മളെല്ലാവരും. അപ്പൊ നമ്മൾ ആരാ? സഹോദരന്മാർ അല്ലെ? അങ്ങനല്ലേ? അപ്പൊ അത് മതി. നമ്മള് മതം പറഞ്ഞിട്ട് ഭിന്നിക്കണ്ട, അത് നല്ലതിനല്ല. നമ്മൾ ഒത്തുപിടിക്കുക, ഒന്നിച്ചു നിൽക്കുക. എന്നാൽ എന്താവും? നമ്മുടെ സമുദായം, നമ്മുടെ സമൂഹം, നമ്മുടെ രാജ്യം വളരും. നമ്മുടെ രാജ്യം വളർന്ന് പന്തലിക്കും. ഇല്ലേ നമ്മുടെ രാജ്യം കുത്തനെ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ അല്ലെങ്കിലേ നമ്മൾ ഓരോ രീതിയിലും ഓരോ പ്രശ്നങ്ങളിലും നമ്മൾ പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ആ ഒരു അവസ്ഥയിൽ നമ്മൾ മതത്തെ കുറ്റം പറഞ്ഞിട്ട് തല്ലി വേർപിരിഞ്ഞ് അടിച്ചു പിരിഞ്ഞിട്ടുണ്ടായിട്ടും നിൽക്കുമ്പോൾ മറ്റുള്ള രാജ്യങ്ങൾക്ക് അത് കാണുമ്പോൾ എന്താ പറയാ, ഇതിലേക്ക് ഇടയിൽ കയറാനും അതില് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും നമ്മളെ അകറ്റാനും ഒക്കെ അതിനൊരു കാരണമാവും അല്ലെ? നമുക്ക് ഈ തല്ലുന്നതാണോ നല്ലത്? ഒന്നിച്ച് നിന്നിട്ട് ഒത്തുപിടിച്ചിട്ട് നമ്മളെ രാജ്യത്തിനെ സംരക്ഷിച്ച് നമ്മളെ രാജ്യത്തിനെ ഉയർത്തി കൊണ്ടുവരുന്നതാണോ നല്ലത്? അങ്ങനെ ആവുമ്പോ എന്താ, നമ്മുടെ തലമുറ കഴിഞ്ഞാലും നമ്മളെ മക്കൾക്കും നമ്മളുടെ ഭാവിയിൽ വരാൻ പോകുന്ന മക്കൾക്ക് ഉപകാരത്തിൽ പെടൂലേ? അപ്പൊ അവർക്ക് അത് സന്തോഷത്തിൽ അവർ ജീവിക്കില്ലേ? ഇല്ലാതെ നമ്മൾ ഇപ്പൊ തന്നെ തല്ലി കഴിഞ്ഞാൽ ഭാവിയിൽ വരുന്ന നമ്മുടെ തലമുറ ഇതെല്ലാം കണ്ടിട്ട് ഏത് അവസ്ഥയിലായിരിക്കും പിന്നീട്? ചോരക്കളാവൂലേ? എന്തിന്റെ ആവശ്യമാണ് മക്കളെ? എന്തിന്റെ ആവശ്യം? ഞാൻ ഒരു സ്റ്റോറി പറയാം. ഞങ്ങള് ഹൈസ്കൂൾ പഠിക്കുമ്പോ ഇവിടുന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന ചോറ്റും പാത്രത്തില് ഒരു എന്തെങ്കിലും പഴഞ്ചോറാണ് അധികം ഉണ്ടാവുക. ഇല്ലെങ്കിൽ നാസ്ത എന്തെങ്കിലും ചായക്ക് കടി ഉണ്ടാക്കിയ 1-2 അപ്പം ഉണ്ടാവും. അതിലേക്ക് കറി ഉണ്ടെങ്കിൽ പഴയ കറി ഇതാക്കി വെക്കും. ചിലപ്പോൾ ഞാൻ ചമ്മന്തി പിടിക്കും, ചിലപ്പോൾ ഓംലേറ്റ് ഉണ്ടാക്കും. ഇന്നതൊന്നും കൃത്യമായിട്ട് കൊണ്ടുപോകാൻ എത്ര വലിയ പറഞ്ഞുണ്ടാക്കാൻ പറ്റുന്ന ഒരു ടിഫിൻ ബോക്സ് ഒന്നും ആവില്ല എന്റേത്. അപ്പൊ ആ രീതിക്ക് തന്നെയാണ് പകുതി മുക്കാലും ആൾക്കാരെല്ലാവരും സാധാരണ ജനങ്ങളാണ് എല്ലാവരും. അപ്പൊ അവരൊക്കെ വരുന്ന അങ്ങനെ തന്നെയാണ്. കാരണം അന്നത്തെ ഗവൺമെന്റ് സ്കൂൾ പഠിക്കുമ്പോൾ പകുതി മുക്കാൽ ആൾക്കാരും ആ രീതിക്കായിരിക്കും അല്ലെ? അപ്പൊ ആ ടിഫിന് ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കുന്നത് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ടാണ്. അതിൽ ഹിന്ദു എന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, അതിൽ ക്രിസ്ത്യാനി ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് വന്നിരുന്നതിൽ മുസ്ലിം ആയിട്ടുള്ളത് പിന്നെ ഞാൻ മാത്രമുള്ളൂ. AVSN എന്ന് പറഞ്ഞിട്ട് അതില് അത്രയും കുട്ടികളില് മുസ്ലിം ആയിട്ടുള്ളത് ഞാൻ മാത്രമുള്ളൂ. എന്ന് പറയുന്നത് വിജയലളിത, S സുമ, N നിർമ്മല, ഇത്രയും ഞങ്ങളൊരു ടീമായിട്ട് അതിലൊരു മുസ്ലിം കുട്ടി ഞാൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് കൈമാറിയിട്ടും ഞങ്ങളെ ജീവനായിട്ട് ഞങ്ങൾ ഇന്നും ഞങ്ങളെ മനസ്സിൽ ആ ബന്ധം നിലനിൽക്കുന്നുണ്ട്. പറ്റുന്ന സമയത്തൊക്കെ ഞങ്ങൾ അത് ബന്ധം പുതുക്കുന്നുണ്ട്. എവിടെ ആയാലും ഇങ്ങനെ ആയാലും പിന്നെ അറിയും എവിടെയാണ് നിൽക്കുന്നത്, എങ്ങനെ നിൽക്കുന്നത്. പുറത്ത് ഞാൻ അന്യനാട്ടിലെ കല്യാണം കഴിച്ച് കൊണ്ടുപോയപ്പോഴും അവർ ലെറ്റർ മുഖേന കത്ത് എഴുതിയിരുന്നു. അവർക്ക് ഞാനും കത്ത് എഴുതിയിരുന്നു. ഞാൻ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഗിഫ്റ്റും സാധനങ്ങളൊക്കെ അവർ വന്നിരുന്നു, ഞാനും അങ്ങോട്ട് പോയിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ഇപ്പോഴും ആ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് സമയം കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾക്ക് ജീവിച്ചിരുന്നു. ഞങ്ങളെ തൊട്ട അയൽവാസി എന്ന് പറഞ്ഞാല് മുസ്ലിമുകളുണ്ട്, 1-2 പേരുള്ളൂ വീട്ടുകാർ.
അവര് ഓണം എന്ന് പറയുന്ന സമയത്ത് എന്റെ കുട്ടികളെ, ഞങ്ങൾ ആകുന്ന കുട്ടികളാണ് കാലത്ത് ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നിരുന്നു ഫുഡുകളിലും. എന്റെ മക്കളൊക്കെ ആയ കാലത്ത് ഞാനാണ് അവിടുത്തെ മൂത്ത കുട്ടീന്റെ വീട്ടില്. മക്കളായ കാലത്ത് അവരെ എടുത്ത് ഉടുപ്പൊക്കെ ഉടിപ്പിച്ചിട്ട് അവർ തന്നെ കൊണ്ടുപോകും. അവര് ചേട്ടന്മാരൊക്കെ വന്നിട്ട് അവർ തന്നെ കൊണ്ടുപോകും. ബാക്കി പായസം സാധനങ്ങൾ ഞങ്ങൾക്ക് കൊണ്ടുവരും. പെരുന്നാളായാലും ഞങ്ങളും അങ്ങനെ തന്നെ അവരെല്ലാരും വിളിക്കും. എന്ന് വരാൻ പറ്റുന്നവർ വന്ന് ഞങ്ങളൊപ്പം കഴിക്കില്ലാത്തവർക്ക് ഞങ്ങൾ ഇവിടുന്ന് ബിരിയാണി ആയാലും നെയ്ച്ചോറായാലും കൊടുത്തേക്കും. അങ്ങനെ ഞങ്ങൾ ജീവിച്ചിരുന്ന കേട്ടോ. ഞങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളൊക്കെ പറയുന്ന ഒരു സാധനം അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ പഠിപ്പിക്കണ്ട. ഞങ്ങളെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നേ അറിയുള്ളൂ മനുഷ്യരായിട്ട്. അത് സ്നേഹിക്കാൻ മാത്രമേ ഞങ്ങൾ പഠിച്ചിട്ടുള്ളൂ. വെറുക്കാൻ ഞങ്ങൾക്ക് അറിയില്ല. അത് നിങ്ങൾ ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പഠിപ്പിച്ചിട്ടോ വിഷം കുത്തി തന്നിട്ടോ ആവൂല. കാരണം ഞങ്ങൾ ജന്മജന്മാന്തരമായിട്ട് അങ്ങനെ ഉള്ളവരാണ്. ഞങ്ങൾ കാരണന്മാരും മറ്റുള്ളവരൊക്കെ ആ രീതിക്ക് ഞങ്ങളെ വളർത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. മനസ്സിലായില്ലേ? ഞങ്ങൾ അമ്മയെന്നും അച്ഛനും അമ്മ പ്രായമുള്ളവരെ വിളിച്ചിട്ട് ശീലമുള്ളവരാണ്. അതുപോലെ നമ്മളെ കൂട്ടുകാരികളെ നമ്മൾ ആ പേരും വിളിച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ ഞങ്ങൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഐത്തം എന്ന ഒരു സംഭവം ഉണ്ട്, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങളെ പൂർവികര് പ്രായമുള്ള ആൾക്കാരൊക്കെ ഞങ്ങളോട് പറയും, പിന്നെ സന്ധ്യ ആയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത് ആക്കരുത് എന്നൊക്കെ പറയും. പക്ഷെ ഞങ്ങൾക്ക് അതൊന്നും ഒരു വിഷയമല്ലായിരുന്നു കുട്ടികളെ ആവണ സമയത്ത്. പിന്നെ ഇതേപോലെ കള്ളിമരത്തിന്റെ ചോട്ട് പോകരുത്, പിന്നെ എന്താണ് ശവക്കല്ലറിന്റെ ഭാഗത്ത് പോകരുത് എന്നൊക്കെ പറയും. പക്ഷെ ഞങ്ങളൊക്കെ അവിടെ പോയിട്ടൊക്കെ തന്നെ കളിച്ച് ഇന്ന് വരെ ഒരു കുഴപ്പമുണ്ടായി. ഇപ്പൊ നിങ്ങളെ ഒരു കുഴപ്പം ഉണ്ടാക്കണ്ട. ഓക്കെ. അപ്പൊ ആ ഭാഗങ്ങളൊക്കെ ഇപ്പൊ ഞങ്ങള് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നിട്ടും ഉണ്ടാക്കിയിട്ട് രക്തം വരെ എന്റെ സഹോദരന് വലിയൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. അത് ഇവിടെ വെച്ചിട്ടല്ല, അന്യ നാട്ടിൽ വെച്ചിട്ട് ആക്സിഡന്റ് ഉണ്ടായി. അത് നമ്മള് കാല് പിന്നെ അടിത്തെ കാല് ഭാഗം നമ്മളെ ചിരട്ടയിൽ നിന്ന് മാറി തിരിഞ്ഞ് പിന്നെ ട്രാക്ടറിന്റെ വീടിന്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് മൊത്തത്തിൽ തിരിഞ്ഞ് കാല് തെറിച്ചു പോയി. ചിരട്ടന്റെ ഉള്ളിൽ നിന്ന് കാലിന്റെ അടിഭാഗം പോയി തൂങ്ങിക്കിടന്നു. ആ സമയത്ത് ഇതേപോലെ അവന് വണ്ടി പഠിക്കാൻ പോകുന്ന ഗ്യാരേജിൽ തന്നെയായിരുന്നു. അപ്പം അവന് പോകുന്ന സമയത്ത് അവന്റെ കൂടെ കുറച്ച് ബംഗാളികളും ഗുജറാത്തികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അവർ തിക്കി തിരക്കിയിട്ട് വണ്ടിമേ അങ്ങോട്ട് കയറാൻ വേണ്ടി നോക്കിയപ്പോൾ ഇവന്റെ കാലം അറിയാതെ അതിൽ പെട്ടുപോയതാണ്. അപ്പോൾ വണ്ടി വീല് കറങ്ങിപ്പോയി. അങ്ങനെ പറ്റിയതാണ്. പിന്നെ 3-4 ദിവസം ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ അവനെ കിടന്നിട്ടുണ്ട് സെറ്റാക്കി വരാൻ വേണ്ടിയിട്ട്. 10 കുപ്പി ബ്ലഡാണ് കയറ്റിയിട്ടുള്ളത്. അത് ഇപ്പൊ എന്താ പറയാ, എല്ലാം പകുതി മുക്കാൽ ഹിന്ദുക്കൾക്കാണ്. അങ്ങനെ തന്നെ. അപ്പൊ അത് ഹിന്ദു സഹോദരന്മാരെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പുറത്ത് നമ്മുടെ മലയാളീസുകൾ എല്ലാവരും കൂടെ എന്തും പുറത്തു വന്നാൽ അപകടം എന്തോ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ മലയാളി എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ ഹിന്ദു മുസ്ലിം ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ മലയാളീസ് എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അവരെല്ലാവരും ഒന്നിക്കും. എന്നിട്ട് അവർ വേണ്ട വിധം സഹായങ്ങൾ ചെയ്തിട്ട് അവർക്ക് എന്താണ് വെച്ചാൽ അതിനനുസരിച്ച് ധനപരമായിട്ടും അത് സാമ്പത്തികപരമായിട്ടും ശാരീരികമായിട്ടും എല്ലാ ഹെൽപ്പും ചെയ്ത് അവരെത്തിക്കേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുന്നത്. ഇതുപോലെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ പല ആക്സിഡന്റുകളും ഉണ്ടായിട്ടുണ്ട് മലയാളീസിന്. അപ്പൊ അവിടെയൊക്കെ അപ്പം ഹിന്ദുക്കൾക്ക് ഉണ്ടായാലും ഹിന്ദു അല്ലേ എന്ന് പറഞ്ഞിട്ട് ആരും മാറി നിന്നിട്ടില്ല, മുസ്ലിം അല്ലേ എന്ന് പറഞ്ഞിട്ട് ആരും മാറി നിന്നിട്ടില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ നിങ്ങളൊക്കെ അവിടെ എങ്ങനെയാണെന്ന് ഞമ്മക്ക് അറിയില്ല കേട്ടോ. എന്നാലും നിങ്ങളൊന്ന് ചിന്തിക്കണം. ആപത്ത് വരുമ്പോൾ അപകടം വന്നിട്ട് എന്തെങ്കിലും ഒരു മരണ സമയം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അവസരം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ അപ്പൊ ഇന്ന മതാണെന്ന് നോക്കിയിട്ട് നിൽക്കല്ലേ. പറ്റുമെങ്കിൽ നിങ്ങൾ സഹായിക്കാം. നിങ്ങൾക്ക് വല്ലതും വന്നു കഴിഞ്ഞാൽ അതുപോലെ ആരും ഓടി വരും ചെയ്യും. അപ്പൊ ഇന്ന മതം തന്നെ മാറ്റി നിർത്തരുതേ. കാരണം നമുക്ക് രക്ഷപ്പെടലാണ് ആവശ്യം. എല്ലാ ശരീരത്തിലും ഓടുന്നത് ബ്ലഡ് ചോര കളർ തന്നെയാണ് കേട്ടോ. അപ്പൊ മനസ്സ് മാറ്റാൻ നോക്കാം. തമ്മിലടിപ്പിച്ചിട്ട് കുട്ടനാടിനും മുട്ടനാടിനും കൂട്ടി മുട്ടിപ്പിച്ചിട്ട് ചോര കുടിക്കാൻ നല്ല പണിയല്ല. ഓക്കെ. അപ്പൊ ഞാൻ 100% ലസിത പാലക്കൽ അല്ല എന്ന് വിശ്വസിച്ചിരിക്കുകയാണ്. അങ്ങനെ ആണെങ്കിൽ ലസിത നേരിട്ട് ഒരു വീഡിയോ ചെയ്തേ പറ്റൂ. ജസ്നക്ക് ഞാനാണ് ശ്രീകൃഷ്ണന്റെ ചിത്രം വരച്ച് കൊടുത്തിക്കണേ എന്നുള്ളത് ലസിതക്ക് അറിയുന്ന അത് തെളിവടക്കം വീഡിയോ ചെയ്ത് ലസിത കാണിക്കണം. അതല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് വിചാരിച്ച് ഞാൻ തള്ളിക്കളയുള്ളൂ. എന്നാലും ആ ഡ്യൂപ്ലിക്കേറ്റിനോടും ഞാൻ 2 വാക്ക് പറയാണ്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഇതിൽ കമന്റായി രേഖപ്പെടുത്തണം. ഓക്കെ. അപ്പൊ വീണ്ടും ഒരു വീഡിയോസുമായി വരാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.